സ്ഥലം എങ്ങനെയുണ്ട്? വെങ്കൽക്കായൻ ഡാമാണ്. മഴ കൂടി പെയ്തോടെ പച്ച വിരിച്ച പുൽമൈതാനം പോലെ കിടക്കുക. ഇടയിൽ വെള്ളമുണ്ട്, നല്ല ഇടതൂർന്ന കരിമ്പനയുണ്ട്. മൊത്തത്തിലൊരു ബ്യൂട്ടി വൈബ്. ഇവിടെ മഴ കൂടി പെയ്താൽ പറയും വേണ്ട, அசாத்திய வைபா. இது ஒரு மினி ஐஸ்லாண்டு மாதிரி நல்லா இருக்குது. அந்த பனைமரம் எல்லாமே கொஞ்சம் நல்லா ஃபீலாக இருக்குது. இது தண்ணி கொஞ்சம் கூட அதிகமாக இருக்கிறக்காட்டி ஃபோட்டோ ஷூட்டுக்கு நாங்கள் வந்திருக்கோம். நல்லா சூப்பராக இருக்குது. நினச்சதை விடவே நல்ல இடம் கிடச்சிருக்கு. நல்லா இருக்குது. കരിമ്പനകൾക്ക് കാറ്റ് പിടിക്കുമ്പോൾ ഇവിടുത്തെ കുളിരും കൂടും. നല്ല തണുത്ത മഴ, ഒഴുകിയെത്തുന്ന കാറ്റ്, ആരെയും കൊതിപ്പിക്കുന്ന പുൽത്തകിടി. വന്ന് കണ്ട് പെട്ടെന്ന് മടങ്ങാമെന്ന് ആരും വിചാരിക്കേണ്ട. ഇവിടം നിങ്ങളുടെ നെഞ്ചിൽ കയറിപ്പറ്റും. കാഴ്ചയിൽ മതിമറന്ന് നിൽക്കാതെ, ഇവിടുത്തെ മഴയൊന്നും നനയാതെ നിങ്ങൾക്ക് മടങ്ങി വീട്ടിലേക്ക് പോകാൻ കഴിയില്ല. പക്ഷേ ഇവിടുത്തെ ഭംഗി ഇല്ലാതായാലോ? ദാ വെള്ളത്തിലിങ്ങനെ തല ഉയർത്തി നിൽക്കുകയാണ് നമ്മുടെ പാലക്കാടിൻ്റെ സ്വന്തം കരിമ്പന. പക്ഷേ ഈ കരിമ്പനകൾ ഇനി എത്ര കാലം ഇങ്ങനെ തല ഉയർത്തി നിൽക്കും? ഡാമിൻ്റെ ആഴം കൂട്ടുകയാണ്. മണ്ണെടുപ്പും തകൃതിയായി നടക്കുന്നുണ്ട്. മണ്ണെടുത്ത് ഒടുവിൽ ഈ കരിമ്പനകളും പോകുമോ? ഈ പദ്ധതിയിലൂടെ സത്യത്തിൽ ലക്ഷ്യമിടുന്നത് അതിൻ്റെ നൂറ്റാണ്ടുകളായി ഈ കമ്പാലത്തറയിലും അതുപോലെ തന്നെ വെങ്കലേക്കൻ ഡാമിൻ്റെയും തീരങ്ങളിൽ അടിഞ്ഞ മണൽ വാരി അതിലൂടെ അഴിമതിയും സാമ്പത്തിക നേട്ടവുമാണ് ലക്ഷ്യമിടുന്നത്. നൂറുകണക്കിന് പനകളാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഈ പനകൾ ഇനി ഒരിക്കലും ഇതുപോലൊരു പ്രകൃതി സൗന്ദര്യത്തിൽ ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോൾ ഇത് മണൽ മാഫിയകളുടെ ഒരു ഗൂഢാലോചനയാണ് ഈ ആഴം കൂട്ടുക എന്നുള്ളത്. ഈ ഡാമിൻ്റെ ആഴം കൂട്ടേണ്ടതും ഇവിടുത്തെ പ്രദേശവാസികളുടെ ആവശ്യം തന്നെയാണ്. പക്ഷേ അത് ഈ കരിമ്പനകളെ കൂടി സംരക്ഷിച്ചുകൊണ്ടാകണം. മൽഗോഴ്സി മോഹനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.